എന്താ പെർഫെക്ഷൻ. ഞാൻ ഈ ശില്പത്തിൻ്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. കാനായിയുടെ പ്രശസ്തമായ മത്സ്യകന്യകയുടെ ഫ്രണ്ടിലാണ്. ഇത് ശംഖുമുഖത്തേക്കുള്ള യാത്രയാണ്. കമോ എല്ലാവരും നല്ല എക്സസൈസിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കാറുണ്ടോ? ഉണ്ടായിട്ടില്ല. സാധാരണ ഫുഡ് കഴിച്ചുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യട്ടെ? ഓക്കെ. Taste of Kerala. അച്ചായന്മാരുടെ കൂടെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവരുടെ ടേസ്റ്റുകൾ, ഇവരെന്താണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തരുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? അപ്പവും സ്റ്റൂ കറി. അപ്പം സ്റ്റൂ കറി. സ്റ്റൂ. എന്ത് സ്റ്റൂ? വെജിറ്റബിൾ സ്റ്റൂ. കടലക്കറി. ചന അല്ലേ? ശരി, ഓക്കെ, ഒരു കൈ നോക്കാം. നമ്മൾ ഈ സാധനങ്ങളെല്ലാം പുറത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് പുറത്ത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന്. ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അപ്പോൾ ഷാജി ചേട്ടൻ എനിക്ക് ചന്ന മസാലയും അപ്പവും സ്റ്റൂവും വെജിറ്റബിൾ സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേക്കാണ്. ഔമച്ചെങ്കിൽ ഔമച്ച് കയറ വണ്ടിയില്ലേ? യെസ്. അപ്പോൾ ആദ്യം ചന്ന മസാലയാണ്. ചന മസാല അടുപ്പ് ആദ്യം കത്തിക്കട്ടെ. ഓക്കെ. എണ്ണ. ഇതെന്തെണ്ണ? എന്തെണ്ണയാണ്? എനിക്കൊന്നൂടാ. വെളിച്ചെണ്ണ. എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കടുക്. പൊട്ടട്ടെ. കടുക് പൊട്ടിത്തെറിച്ച് ഷാജാ കലേശേ. അടുത്ത് സവാള ഗിരിഗിരിയാണ് ഇടുന്നത് കേട്ടോ. ഇത് അല്പ സവാള സ്പൂണാ. ഇപ്പോൾ ഒരു ടിപ്സ് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് റെഡിയാവുമെന്നാണ് പറയുന്നത്. അല്ല ഷാജി ചേട്ടാ, ഈ നിങ്ങൾ സാധാരണ വീട്ടിൽ ഹോളിഡേയ്സിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? അബദ്ധമേ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നല്ല ഹോളിഡേയ്സ് വരുന്ന സമയത്ത് ഓരോ പരീക്ഷണങ്ങളാണ്. ഞാൻ അല്പം പച്ചമുളക് വേണ്ട, നമുക്കാണെങ്കിൽ ഇത്ര എരിവ് വേണേ. സ്പൈസി മാൻ. യെസ്. വെളുത്തുള്ളി എടുക്കും. ഇനി എന്താ ഇടാൻ പോണേ? ഇതിനിപ്പം നമ്മൾ ഇതിന് ചേർക്കാനുള്ള മസാല ഇതെല്ലാം ഞാൻ പൗഡറാക്കി വെച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ പൗഡർ. ഗരം മസാല എന്താണ് സാധനം? ഇത് എല്ലാം മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഗരം മസാല എല്ലാം കൂടെ. എന്നിട്ട് ഇത് കുറച്ചൊന്നും ഇങ്ങനെ മൂപ്പിച്ചെടുത്ത്, അതായത് ഇതൊക്കെ പഠിക്കേണ്ടി വന്നു, ഗതികേടുണ്ട്. അല്ല ആദ്യം അവിടെ ഷാജി ചേട്ടനാണോ തനിച്ചാണോ പോയത്? ഞാൻ ബാച്ചിലറായിട്ട് പോയി, പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടും ബാച്ചിലർ പോലത്തെ ലൈഫ് തന്നെ. കാരണം അവധി കിട്ടുമ്പോൾ നമ്മളെ പാചകം കൂടെ ചെയ്ത് കൊടുക്കാൻ പറയും. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും?
കുറച്ചുകൂടി ഇടാം എന്നാണ് ഇവിടെ നിന്ന് പ്രോംപ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതല്ല. കലേഷ് ആ അവര് പറയുന്നതെല്ലാം കേട്ട് നമ്മൾ ചെയ്യാൻ പോയ ഒന്നും നടക്കത്തില്ല. കാരണം ഇവര് അവിടെ വെച്ച് ഇതാണെങ്കിൽ ഇതിട് കാരണം ഇതിന്റെ അവസാനം കറി വെച്ച് കഴിയുമ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയ കറി എന്ന് പറയും. മനസ്സിലായി? നമ്മൾ തോൽക്കാൻ തയ്യാറല്ല. ഇല്ല ഒരിക്കലും ഇല്ല. അപ്പൊ ഇനി അടുത്ത് വീണ്ടും ഉപ്പിടാൻ പോവാണ്. കുറച്ച് ഓക്കെ കുറച്ച് മതിയെന്ന് പറഞ്ഞു. കലേഷേ അപ്പൊ ഉപ്പ് പാകത്തിനായിരിക്കും. അതാ ഈ കുക്കറി ചെയ്യുന്നവർ മുഴുവൻ പറയുന്ന ഉപ്പ് പാകത്തിന്. അത് ഉപ്പ് ഒരു ചെറിയ ടീസ്പൂണെന്നോ ഒന്നും പറയാത്ത എന്താ ഷാജേട്ടാ? ഉപ്പ് പാകത്തിന് എന്നാണ് പറയുന്നത്. എന്താ കാരണം? ഉപ്പ് പാകത്തിന് കൂടിപ്പോയാൽ കുഴപ്പമാവും. അതുകൊണ്ടാണ് ഷാജേട്ടൻ ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും ഇവിടെ നിന്ന് ആൾക്കാരെ ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. കാരണം കലേഷ് ഇവര് പറയുന്നതായിട്ട് നമ്മൾ ഉണ്ടാക്കി തിന്നാണ് ഈ പരുവായത്. അപ്പൊ പിന്നെ ഇതിലൊന്നും ഒരു വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്റെ ഒരു അല്ല ഇത് എന്റെ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അത് നീ വന്നതുകൊണ്ട് മാത്രം. ഇനി എന്താണ് ചെയ്യുക? ഇനി ഇതെടുത്ത് അടച്ചു വയ്ക്കും, അത്ര തന്നെ. അപ്പൊ റെഡി. അപ്പൊ കടല ഇടണ്ടേ? കടല പിന്നെ കടല ഓൾറെഡി ഇത് ഇതാ നോക്ക്, അവിച്ച കടല തിന്നു നോക്കടാ. ടേസ്റ്റില്ലേ? ഇത് കൊള്ളാം ഷാജേട്ടാ. ഇത് ഇങ്ങനെ തിന്നാ പിന്നെ അവസാനം ഇതിൽ ഇടാൻ കാണത്തില്ല കേട്ടോ. ഒരു പുതിയ ടിപ്സ് കൂടെ കിട്ടിയിട്ടുണ്ട്. കടലയുടെ കൂടെ ഒരു സവാളയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ഈ കടല ഇട്ടിട്ട് ഈ ഇവർക്കാരുടെ ഈ ടച്ചബിളിന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇത്തിരി വിനീഗർ ഒഴിച്ച് നല്ല ചതച്ച് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. പുതിയ ടിപ്സ് അങ്ങനെ ഓരോന്ന് വരട്ടെ. ഇത് റെഡിയായി നോക്കട്ടെ. ഓക്കെ, റെഡിയായി. ആ കടല ഇട്ട് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വല്ല പാപോ ചെയ്തിട്ടുണ്ടാവോ? ഇതാണൊക്കെയുള്ള കറി കഴിക്കുന്നത്. ഇത് അവസാനം കഴിച്ചിട്ട് പറയരുത് ഷാജേട്ടാ ഇതിനൊക്കെ എന്നും ഉണ്ടാക്കി തരണമെന്ന് കേട്ടോ. ഇത് കലേശേ കറിവേപ്പില, അല്പം കറിവേപ്പില എന്റെ വക കുറച്ചുകൂടി മതി. കുറച്ചുകൂടി നിനക്ക് വേണമെങ്കിൽ ഞാൻ അല്പം മല്ലിയില അത് വേണമെങ്കിൽ എടുത്തിട്ടുള്ളൂ. അടുത്ത മല്ലിയില മതിയല്ലോ? മതി. യെസ്. ടിപ്സ് കുറച്ചുകൂടി ഇടാൻ. ഏകദേശം മണം അടിച്ചു തുടങ്ങി. ഉപ്പുണ്ടോന്ന് കലേശ നീ എന്നെ നോക്ക്. ഉപ്പുണ്ട്. അടിപൊളി. കറക്റ്റാ. എല്ലാം ഉണ്ട്. ഗരം മസാല അടിപൊളി. ഗരം മസാല മാത്രം അടിപൊളി. കറി അടിപൊളിയല്ലേ? കറി അടിപൊളി. അടിപൊളിയാണല്ലോ. ഹാപ്പിയാണല്ലോ? ഹാപ്പി. പിന്നെ ഇനിയിപ്പം നിനക്ക് എനിക്ക് വയ്യ, സമയമില്ല ഇതിനൊന്നും. ചേച്ചി അപ്പം ഉണ്ടാക്കി തരും, അതുമായിട്ട് നീ മിക്സ് ചെയ്ത് കഴിച്ചോളണം. ചേട്ടാ ഇതെന്തിനാ ഇങ്ങനെ ഇളക്കുന്നത്? ഇത് ഇളക്കുന്നേ നീ അങ്ങനെ ഒന്നും ഇളക്കണ്ട. കറി എങ്ങനെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. കറി ഇടിവെട്ട് കറി, 1.5 കറിയല്ലേ ഏട്ടാ? പിന്നെ ഇത് വെറും ചീള് കറി. നമ്മൾ ദുബായിൽ ഇതിനേക്കാളും രണ്ട് അടിപൊളി കറികളാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ, മട്ടൺ വേണമെങ്കിൽ അവളുടെ അടുത്ത് ചോദിച്ചു നോക്കി. അപ്പൊ ഷാജി ചേട്ടന്റെ ഇത് കഴിഞ്ഞു. ഇനിയിപ്പം നിനക്ക് ഇതാണ്ട് ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കറി ഉണ്ടെന്ന് തന്നെ എങ്ങനെ തൃപ്തിപ്പെടുത്തുന്ന എന്റെ മേളം ചേച്ചി അടുത്ത ഒരു വെജിറ്റബിൾ സ്റ്റൂ നിനക്ക് ഉണ്ടാക്കി തരാൻ പോവുക. അത് ന്യായം. അടുത്ത ഇനി മാഗ്ലിൻ ചേച്ചിയുടെ ചാൻസ് ആണ്. വെജിറ്റബിൾ സ്റ്റൂ ആണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം വെജിറ്റബിൾ സ്റ്റൂവിന് ഇതുവരെ ഷാജി ചേട്ടൻ കൊണ്ടുവന്നൊരു റേഞ്ച് കളയരുത്. എണ്ണ ഒഴിക്കാം അല്ലേ? ഇതിന് ഞാൻ സപ്പോർട്ട് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ രസം. അപ്പൊ തീ കത്തിച്ചു ഐശ്വര്യമായിട്ട്. കത്തിയോ? ഇനി കുറച്ച് കടുകിട്. നീ ആയിടാ പോണ കടുക്. ഇന്നത്തെ കറി കൊള്ളായത് തന്നെ. സോണി എന്ത് നോക്കിയെന്ന അതിട്, ഇതിട്, എല്ലാം ഇട്. അല്ലേ, ഇത് എനിക്കറിയാം. അവസാനം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോ സ്റ്റൂ. കടുക് പൊട്ടി. അടുത്ത ഉള്ളി, സവാള ഗിരി. ആ ഗ്ലാസ് ഇടല്ലേ, അതോടെ മാഗ്ലിൻ ചേച്ചിയും പുറകിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ മാത്രമേ ഇങ്ങനെ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ കിട്ടുള്ളൂ. അടുത്ത ടിപ്സ് മാഗ്ലിൻ ചേച്ചിയുടെ ടിപ്സ് ആണ്. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും.
കലേജ് ഏ? നിനക്കുള്ള വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ഇവിടെ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് വരെ ഒരു വെജിറ്റബിൾ സ്റ്റൂ പോലും കിട്ടിയിട്ടില്ല. ചുമ്മാ പറയുന്നതാണ് കേട്ടാ. ഓരോ ദിവസം ഓരോ കറി അപ്പൊ ഞാൻ ലക്കിയാണ്. ആ ലക്കിയാണ്. ചേട്ടന് ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇത് നല്ല സ്റ്റൂ ആയിരിക്കുമെന്ന്? കൈപുണ്യത്തിന് ഒന്നുമില്ല. അപ്പൊ സപ്പോർട്ട് ഉണ്ട്. ഉണ്ട്, പക്ഷെ എങ്കിലും എന്റെ ഒരു സപ്പോർട്ട് ബാക്കിൽ വേണം. ഒരു ചെറിയ റെഡ് കളറൊക്കെ ആയി. അടുത്ത ഇനി എന്താണ്? ഉരുളക്കിഴങ്ങ്. അത് നീ തിന്നോക്കല്ലേ, പച്ചയാണ് കേട്ടോ. അപ്പൊ ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങും ക്യാരറ്റും. ഗ്രീൻ പീസ് നീ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കണം, വെന്തോ ഇല്ലയോ. അപ്പൊ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടു. ഇതിന് വേവാനായിട്ട് അധികം സമയം എടുക്കുമോ? കുറച്ച് നേരം എടുക്കും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കും. ഗ്രീൻ പീസ് ഇടാറായോ? ഗ്രീൻ പീസ് കൂടെ നമ്മൾ തട്ടി കൊടുക്കും. അപ്പൊ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. ദുബൈയിൽ ഈ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി ഇതൊന്നും ഇട്ടത് ഞാൻ കണ്ടില്ല. സത്യമായിട്ട് തന്നെ ഇത് കൊള്ളാലോ. അപ്പൊ അവൻ വരുമ്പോ അവൻ ഒരു കറി കയറ് വണ്ടിയില്ല. ഇല്ല, അവിടെ ഏതെങ്കിലും 2-3 ഐറ്റം എടുത്തിട്ടിട്ട് വെജിറ്റബിൾ സ്റ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റി കിടക്കുന്ന കുറെ കറിവേപ്പിലയും അതെല്ലാം ഇട്ടിട്ട് പറയുന്ന അത് വെജിറ്റബിൾ. അവസാനം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ വെജിറ്റബിൾ സ്റ്റൂ. അത് അവസാനം. ഈ തേങ്ങാപ്പാലം കണ്ടുപിടിക്കാതിരുന്നെങ്കിൽ ഒരുപാട്. അത് അവിടെ തേങ്ങാപ്പാലം കിട്ടൂല, കോക്കനട്ട് മിൽക്ക് പൗഡർ. അത് കലക്കണം. പച്ചമുളക് സ്റ്റൂവിന് ഇത്തിരി കൂടുതൽ വേണം. എരിവ് വേണ്ടേ? അപ്പോൾ ഒരു ടിപ്സ് കൂടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റൂവിൽ പച്ചമുളക് കൂടുതലിടും. ഇനി അടുത്ത ഇഞ്ചി ഇടാൻ പോവാണ്. പച്ചമുളക് കൂടുതലിടുന്നത് എരിവിന് വേണ്ടി. ഇഞ്ചി ഇടുന്നത് ഗ്യാസൊക്കെ, ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട്, കടലയൊക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസിന്റെ അടുത്ത ടിപ്സ് വരാതിരിക്കാൻ, ഗ്യാസിന്റെ പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റൂവിൽ ഇഞ്ചി ഇടുന്നത്. അടുത്ത വെളുത്തുള്ളി ഇടുക. അതും ഗ്യാസിന്റെ ഇതുകൊണ്ട് തന്നെയാണ്. അതും ഗ്യാസിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ വേറൊരു നല്ലൊരു മണവും കിട്ടും. വെളുത്തുള്ളിയുടെ മണമൊക്കെ നല്ല. ഇത് ഗ്യാസ് കംപ്ലീറ്റ് പ്രോബ്ലം ആണ്. കാരണം ഗ്യാസിന്റെ സകല സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇടുകയാണ്. ഗ്യാസ് ട്രബിൾ ആണോ? മകളി ചേച്ചി സാധാരണ ഇത് ഇതിനകത്ത് ഇടാറുണ്ടോ? ഇടും. പച്ചക്കറി വേകാൻ വേണ്ടി വെള്ളം ഒഴിക്കാം. ഇതൊക്കെ ഇവിടെ വെച്ചാണ് വേവിക്കുന്നത്, അവിടെയൊക്കെ വേവാതെ കിടന്നിരുന്നത്. വെള്ളം പാകത്തിന് അല്ലേ? അല്ല, വെള്ളത്തിന്റെ കണക്കില്ല. അല്ല, അത് കണക്കില്ല. ഇപ്പൊ ഇത് പച്ചക്കറി വേകാൻ വേണ്ടി കണക്കാക്കിയുള്ള വെള്ളം. ഇനി മൂടിയിട്ട് വേവിക്കാം. അടച്ചു വെക്കുക. ഉപ്പ് നേരത്തെ കുറച്ചിട്ട്. എന്തോന്നു? അപ്പോൾ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, സവാള, പച്ചമുളക് ഒക്കെ ഇട്ട സാധനം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ടൊമാറ്റോ തട്ടിക്കൊടുക്കും. ഇനി അതിനകത്ത് ടൊമാറ്റോ ഇടുകയാണ്. ടൊമാറ്റോ എല്ലാ കറിയിലും ഇടും. മനസ്സിലായില്ലേ? മേഖല ചേച്ചി കല്യാണം കഴിച്ചതിന് ശേഷമാണോ ഈ കറി വെക്കാൻ പഠിച്ചത്? കാരണം ഷായച്ചേട്ടൻ്റെ ഒരു സംസർഗം വീട്ടിൽ വെച്ചേ പഠിക്കും. ഞങ്ങൾ എല്ലാം പാചകം ചെയ്യും. പക്ഷെ ആക്ച്വലി കല്യാണം കഴിച്ച ശേഷം ഞാൻ പഠിപ്പിച്ചു കൊടുത്താണ്. അങ്ങനൊന്നുമില്ല. എന്തെന്ന് പറയാൻ, ഞങ്ങളുടെ വീട്ടിൽ ഓരോരുത്തർ പോകുമ്പോൾ ഓരോരുത്തർ കിച്ചണിൽ കയറും. എന്നിട്ട് കയറും, പക്ഷെ അതേപോലെ ഇറങ്ങും. എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കയറും. ഇന്ന് മാഗലിൻ ചേച്ചിയുടെ പരീക്ഷണം നമ്മുടെ അടുത്താണ്. ഏത്? ഇന്ന് വെജിറ്റബിൾ സ്റ്റൂ. അതെ അല്ലേ? അപ്പൊ അമ്മച്ചക്ക് കയറ് വണ്ടിയില്ല. ഹൗമച്ച് കയറ് വണ്ടിയിലെന്ന് പറയുന്നത് എന്റെ കഥ എന്താ? അത് പിന്നെ നമ്മുടെ എന്റെ നാട്ടുകാരൻ ഒരു പയ്യൻ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവന് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്. പുള്ളി ഈ സ്പോട്ടിൽ ഓട്ടോ ഇട്ട് നിർത്തിയിരുന്ന സമയത്ത് ഒരു സായിപ്പ് വന്നിട്ട് എയർപോർട്ട് ഹൗ മച്ച് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എയർപോർട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വന്നാൽ മതി. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ റിപ്ലൈ പറയാറുണ്ടെന്ന് പറഞ്ഞു. എയർപോർട്ട് ഹൗ മച്ച് എന്ന് ചോദിച്ചപ്പോൾ ഹൗ മച്ച് കയറ് വണ്ടി. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് കഴിഞ്ഞു. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ വെന്ത്. ഇനി എന്താ ചേർക്കാൻ പോകുന്നത്? നമ്മൾ മസാലകൾ ഇടും. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് വൈറ്റ് സ്റ്റൂ ആണോ അതോ യെല്ലോ സ്റ്റൂ ആണ്? ഇത് മല്ലിപ്പൊടി 1 സ്പൂൺ. വൈറ്റ് സ്റ്റൂ വൈറ്റ് സ്പൂൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചിട്ട് അത് ഇത്തിരി കൂടെ പോരെ എന്നൊരു തോന്നല അവർക്ക്. അല്ലെങ്കിൽ ഒന്നും പോരാ. വൈറ്റ് സ്റ്റൂവിനാണെങ്കിൽ ഇതൊന്നും ഇടാറില്ലല്ലോ. അല്ല, മല്ലിപ്പൊടി
ചിലർ ചേർക്കും, ചില ആൾക്കാർ ചേർക്കത്തില്ല. മഞ്ഞൾപ്പൊടി ഇടാറില്ല. മഞ്ഞൾപ്പൊടി ഇടത്തില്ല. അടുത്ത ഇനി പെപ്പറാണ്. പെപ്പർ ഇടണം, 1 സ്പൂൺ പെപ്പർ. അത് കുറച്ച് വേണ്ട. പെപ്പർ ഇട്ടപ്പോൾ തന്നെ ഒരു ചെറിയ സ്മെല്ല് വരാൻ തുടങ്ങി. സ്പൂൺ വളയുന്നുണ്ടോ? അത് ആ സ്പൂൺ ഇതിൽ ചേർക്കും. ഇതിന് മറ്റേ വേറെ സ്പൂണാണ്, ഫ്ലെക്സി സ്പൂൺ. ഹൈടെക് സെറ്റപ്പ് ആണല്ലേ? എങ്ങനെ വേണമെങ്കിലും വളയും. ഇന്ന് മസാല എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിക്കും. ചേട്ടാ, തേങ്ങാപ്പാൽ ഒഴിച്ചാൽ സ്റ്റൂ ആയി. അത് എല്ലാ കറിയിലും, ഏത് കറിയിലും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ സ്റ്റൂ. ഞങ്ങൾ എളുപ്പത്തിന് ചെയ്യുന്നത് നിഡോ കലക്കി ഒഴിക്കും. ഒരു പുതിയ ടിപ്സായി. തേങ്ങാപ്പാൽ കിട്ടിയില്ലെന്ന് വെച്ചാൽ നിഡോ കലക്കി ഒഴിക്കുമെന്നാണ്. എല്ലാവരും അതിന് ശ്രമിക്കരുത്, കാരണം കൊളസ്ട്രോൾ കൂടുതലാണ്. കാരണം അത് കാരണം ഇവർക്ക് ഇത്തിരി കൂടി. ഇത് റെഡിയായി. മസാലയൊക്കെ മൂത്ത് വെജിറ്റബിൾസ് ഒക്കെ വെന്ത് കഴിഞ്ഞു. അടുത്ത ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ സ്റ്റൂ റെഡി. ഇതെല്ലാം തിന്നിട്ടെ അപ്പുറത്തോട്ട് പറയരുത്, മോശമായി പോയത്. ചൂടല്ലേ? ചൂടല്ലേ? ഉപ്പ് പോരെ? ഉപ്പ് പാകത്തിനായില്ലേ? ഇച്ചിരി കൂടെ ഉപ്പ് വേണം. ഒരു ഇച്ചിരി കൂടെ വേണ്ടേ? എനിക്ക് മതി. അപ്പൊ എൻ്റെ ഒരു സന്തോഷത്തിന് കുറച്ചുകൂടി ഉപ്പിട്ടിട്ടുണ്ട്. അടുത്ത ഇനി മല്ലിയില നമുക്കിടാം. അപ്പോൾ മല്ലിയില ഇട്ടു. ഇനി എന്താണ്? ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് വേറൊരു ചട്ടി എടുത്ത് അതിലേക്ക് മാറ്റും. ഇതിൽ തന്നെ ചെയ്യാം. ഇതിൽ നമ്മൾ വെച്ചിട്ട് കടുക് ഇടത്തില്ല. കടുകൊക്കെ നമ്മൾ നേരത്തെ ഇട്ടല്ലേ. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് മുളകും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. ഒരു ഭംഗിക്കാണോ അതോ ടേസ്റ്റ് കിട്ടാൻ? ഭംഗിക്കും ടേസ്റ്റും അത് ഡെക്കറേറ്റ് ചെയ്യുന്നതിനും എല്ലാം കൂടെ ആണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നത്? എണ്ണ ഒഴിച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കും. എന്നിട്ട് മുളക് മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും മൂപ്പിക്കും. മുളകിട്ട് മൂപ്പിക്കും. മുഴുവൻ വേണോ? ഇത്രയും മതി. കറിവേപ്പില കൂടെ ഇട്ട് മൂപ്പിക്കും. ഇന്നത്തപ്പോൾ ഒരു മണം വരുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒഴിച്ചോട്ടെ. അപ്പോൾ കുറച്ച് കളർഫുള്ളായി. ഇപ്പം നമ്മുടെ സ്റ്റൂ ഏകദേശം റെഡി ആയിരിക്കുകയാണ് അല്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒന്നുമില്ല. ദുബായിലിടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഇതൊന്നും അവിടെ കിട്ടില്ലേ? അവിടെയൊക്കെ കിട്ടും. ദുബായിൽ ഇതൊന്നും കിട്ടാറില്ല. സമയമില്ലാത്തതുകൊണ്ട് ഇതൊന്നും ചെയ്യത്തില്ല. എളുപ്പമുള്ള കറി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അപ്പം നമ്മൾ എളുപ്പത്തിലുള്ള ഒരാളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ. അപ്പോൾ മാഗ്ലിൻ ചേച്ചിയുടെ കറിയും റെഡിയായി. ഇനി അപ്പമാണ്. അത് സോണിയുടെ ചാൻസ് ആണ്. കറിയൊക്കെ റെഡിയായി. മെയിൻ ആയിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല. അത് സോണി ചേച്ചി ഏൽപ്പിക്കുകയാണ്. അപ്പത്തിന്റെ കൂട്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത്? കൂട്ട്. പച്ചരി, തേങ്ങ, ഒരല്പം ചോറ് കൂടാട്ടും. ചോറ് എന്തിനാണ്? അപ്പം സോഫ്റ്റ് ആയിട്ടിരിക്കാൻ. ഒരു ടിപ്സ് കിട്ടി. അപ്പം സോഫ്റ്റ് ആവാനായിട്ട് ഒരു അല്പം ചോറ് ചേർത്താൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഈസ്റ്റ് ഇടൂല്ലേ? ഈസ്റ്റ് ഇടും. ഈസ്റ്റ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർക്കും. സോഡാപ്പൊടി ചേർക്കും. അതെന്തിനാ? സോഫ്റ്റ് ആയിട്ട് പൊള്ളി വരാനായിട്ട്. പൊള്ളി വരാനായിട്ട്. എക്സ്പെർട്ട് ആണല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതല്ലേ? ഇത് മാജിക് ആണ്. ഇത് എൻ്റെ ഫ്രണ്ട് സഞ്ജയുടെ വൈഫാണ്. ശരി, അപ്പം ഉണ്ടാക്കുന്ന കണ്ടിട്ട് അതാണ് സഞ്ജയ് ഇതേപോലെ ഇരിക്കുന്നത്. ഒരു ഷേപ്പില്ല. അല്ല, ഇത് എന്ത് സംഭവിക്കുന്നു അറിയണമല്ലോ. പകുതി, ഏകദേശം പകുതി ആയിട്ടുണ്ട്. പാടില്ല, ആക്രാന്തം പാടില്ല. ഓക്കെ. അപ്പോൾ ഏകദേശം സമയമുണ്ട്, ആയിട്ടുണ്ട്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അപ്പം ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും. ഓക്കെ.
പക്ഷെ പറഞ്ഞു തരണം. പഠിച്ചില്ല എന്നുണ്ട്, കണ്ടില്ലേ? ദൈവമേ, അത് അപ്പത്തിന്റെ രൂപത്തിൽ തന്നെ വരണേ. മതിയല്ലോ, ഏകദേശം ഏകദേശം റെഡിയായി എന്നാണ് പറയുന്നത്. ഇത് അപ്പം, തമിഴ്നാട്ടുകാര് ആപ്പം എന്ന് പറയും. തമിഴ്നാട്ടുകാര് ആപ്പം എന്ന് പറയുന്ന അപ്പമാണ്. അടുത്ത ചാൻസ് എൻ്റെതാണ്. ഇതിനകത്ത് എണ്ണ എന്തെങ്കിലും ഒഴിക്കാൻ വേണ്ട വേണ്ട, വേണ്ട. ഒഴിച്ച് എത്ര സ്പൂൺ ഒഴിക്കാം? കുറച്ചുകൂടെ ഒഴിക്കും. ഇനി ഒഴിച്ചോ. ഞാൻ 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 മതി 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 മതി. ശക്തരിൽ ശക്തൻ ഡിങ്കൻ, എതിരാളിക്കൊരു പോരാളി, രാജ് കലേഷ്. അടച്ചു വെക്ക്, ഓഫ് ചെയ്ത്. കലേഷേ, അപ്പല്ലേ ഇത് ഉറട്ടി? അപ്പമല്ല, ഇത് ഒറട്ടിയാണ്. കലേഷ് ഉണ്ടാക്കിയ ഉറട്ടി. കലേഷേ, നിന്റെ ചാൻസ് കഴിഞ്ഞു. ഇനി അടുത്ത ഷാജി ചേച്ചന്റെ ചാൻസ്. അല്ല, ഏത് ഷെഫിനും ഒരു അബദ്ധം പറ്റും. പ്ലേറ്റ് എത്തിക്കഴിഞ്ഞു. അപ്പം ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും ഒരു പരീക്ഷണമാണ്. ഷായിച്ചേട്ടൻ്റെ ചന്ന മസാലയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നെങ്കിൽ അച്ചായന്മാരുടെ കൂടെ കഴിക്കണം. അതും അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും ചന്ന മസാലയായിട്ട് കഴിക്കണം. ഇടിവെട്ട.